പലർക്കും ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് ഒരുപാട് പേരുടെ തെറിവിളികളും ഒരുപാട് ഹെയ്റ്റൊക്കെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ട്രേഡിംഗ് സിഗ്നൽസ്, നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ ട്രേഡിംഗ് സിഗ്നൽസ് ഒരു സ്കാം ആണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന്, എന്തുകൊണ്ട് അത് സ്കാം ആണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വെറുതെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞ പോലല്ല, കൃത്യമായിട്ട് എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ട് പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് സിഗ്നൽസിന് പിന്നാലെ പോകുന്ന ഒരാളാണ്, ഏതാണ് ഏറ്റവും നല്ല ട്രേഡിംഗ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പ്, എത്ര വേണമെങ്കിലും അതിൽ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ എന്തുകൊണ്ട് ആളുകൾ ട്രേഡിംഗ് സിഗ്നൽസിന് പിന്നാലെ പോകുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ട്രേഡിങ്ങിലേക്ക് ആളുകൾ വരുന്നത് തന്നെ, ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റിയിട്ട് ആളുകൾ അറിയുന്നുണ്ടായിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള പല റീൽസുകളും ഷോർട്ടുകളും പല വീഡിയോസൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഭൂരിഭാഗം ആളുകളും ഈ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ ഓക്കെ, വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ആളുകൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന റീൽസ് പല ആളുകളെയും തെറ്റായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് കാണുമ്പോൾ അവരത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അവർക്കും വളരെ ചെറിയ എമൗണ്ട് ഇട്ടുകൊണ്ട് വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, ആ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും ട്രേഡിങ്ങിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും ആദ്യമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അവർ ഏറ്റവും ആദ്യമായിട്ട് ട്രൈ ചെയ്യുക, ഒരു 1000 രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് 2000 ആക്കാം എന്നുള്ളൊരു കാര്യമാണ്. അവർക്ക് ഇട്ട പൈസ ഉടനെ തന്നെ ഡബിൾ ആക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും അവർ കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ അവർക്ക് എപ്പോഴും പ്രോഫിറ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റിലേക്ക് മാത്രമുള്ളൊരു ഫോക്കസ് ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടായിരിക്കും. അവരൊരിക്കലും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർ പതുക്കെ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട്, കുറച്ച് ചെറിയ അറിവുകൾ വെച്ചുകൊണ്ട് അവർ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബിഗിനേഴ്സ് ലക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ ട്രേഡ് ചിലപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കാം. പക്ഷെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അവർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് മുഴുവനും ഒറ്റയടിക്ക് തന്നെ വാഷ് ഔട്ട് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം ഞാനും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. സോ കൃത്യമായിട്ട് എനിക്കറിയാം ഏത് രീതിയിലായിരിക്കും ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ മാർക്കറ്റിലേക്ക് വരുന്നതും അവരവിടെ ട്രേഡ് ചെയ്യുന്നതും ഏത് രീതിയിലായിരിക്കുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് അവർ വീണ്ടും കുറച്ചുകൂടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ മുൻപ് ഡെപ്പോസിറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും അവർ ഇത്തവണ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും, അതായത് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ മുൻപ് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ മുഴുവനായിട്ടും തിരിച്ചു പിടിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കും അവർ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുതൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കടം വാങ്ങിക്കൊണ്ട് ലോൺ എടുത്തുകൊണ്ടൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ലോൺ എടുക്കുന്നവരുണ്ട്. വളരെ വലിയൊരു മണ്ടത്തരമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ എൻ്റെ പഴയ വീഡിയോകളെല്ലാം തന്നെ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ ലോൺ എടുത്തുകൊണ്ടോ കടം വാങ്ങിക്കൊണ്ടോ ഒന്നും തന്നെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങരുത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്, ഒരിക്കലും ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വീണ്ടും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇത്തവണ വളരെ വലിയ ലിവറേജ് ഇട്ടുകൊണ്ടൊക്കെയായിരിക്കും ട്രേഡ് ചെയ്യുക. കാരണം മുൻപ് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ വളരെ പെട്ടെന്ന് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പോൾ വളരെ വലിയ ലിവറേജ് ഇട്ടുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എക്സ്ചേഞ്ചസ് എല്ലാം തന്നെ 100x 125x ഒക്കെ ലിവറേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ വലിയൊരു ലിവറേജ് ഇടുമ്പോൾ ചെറിയൊരു മൂവ്മെന്റിൽ നിന്ന് പോലും നമുക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. അതേപോലെ തന്നെ വളരെ ചെറിയൊരു മൂവ്മെന്റിൽ തന്നെ നമ്മുടെ ഫണ്ട് മുഴുവനും അടിച്ചു പോകാനായിട്ട്, ലിക്വിഡേറ്റ് ആവാനായിട്ടുള്ള സാധ്യതകളും ഈ ലിവറേജ് യൂസ് ചെയ്യുമ്പോൾ അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവർ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. അവർക്ക് ഇട്ട പൈസ ഉടനെ തന്നെ ഡബിൾ ആക്കണം, അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയിട്ട് പോവുകയാണെങ്കിൽ അവർ വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും ആ നഷ്ടപ്പെട്ടിട്ടുള്ള പൈസയൊക്കെ തന്നെ അവർ റിക്കവർ ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ അവർ ഒരുപാട് സമയം ഇങ്ങനെ ശ്രമിക്കും, അല്ലെങ്കിൽ ഒരുപാട് നാളുകളോളം അവർ ഈ പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടി, അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം തന്നെ റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും അല്ലെങ്കിൽ ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന 100%, 200%, 500% ഒക്കെ പ്രോഫിറ്റ് PNLൻ്റെ ആ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കുറേ പരസ്യങ്ങൾ കാണാം. അപ്പോൾ പരസ്യങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്കൊരു ട്രേഡിംഗ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിഗ്നൽസ് വെച്ചുകൊണ്ട് ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റുകളാണ് ഈ കാണുന്ന പ്രോഫിറ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവരവിടെ പരസ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അവരുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ
ഇവർക്കും വളരെ വലിയ പ്രോഫിറ്റ് അവരെ പോലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടായിരിക്കും അതിൽ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും അവർ ആ ഒരു പരസ്യത്തിൽ അട്രാക്റ്റഡ് ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ പറയുന്ന പൈസ കൊടുത്തുകൊണ്ട് ആ ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് കയറാനായിട്ടുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് പല ആളുകളും ഈ ഒരു ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിലേക്ക് ചെന്നെത്തിപ്പെടുന്നത്. കാരണം അവർക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. അവർ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയെങ്കിലും ആ നഷ്ടപ്പെട്ട പൈസയൊക്കെ തന്നെ ചിലപ്പോൾ ലോൺ എടുത്തിട്ടും കടമെടുത്തിട്ടൊക്കെ ഇറക്കിയിട്ടുള്ള പൈസ ആയിരിക്കാം. അതൊക്കെ തന്നെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ ആ ഒരു ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിൽ അട്രാക്റ്റഡ് ആകുന്നതും അതിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്തതും. അവർ പറയുന്ന പൈസ കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ ആളുകൾ തയ്യാറാകുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് പല ആളുകളും ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിൽ ചെന്നെത്തിപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ട്രേഡിംഗ് സിഗ്നൽസ് എന്ന് പറയുന്ന ആ ഒരു സാധനം എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഈ ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പുകളെല്ലാം നടത്തുന്ന ഒരു അഡ്മിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അഡ്മിന്മാരുണ്ടായിരിക്കും, ഒരു ടീം ഓഫ് ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇവർ സ്വയം അവകാശപ്പെടുന്നത് ഒരു പ്രോ ട്രേഡേഴ്സ് ആണ്, ഇവർ ഭയങ്കരമായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ്, വളരെ വലിയ ഒരു 99% വിൻ റേറ്റ് 90% വിൻ റേറ്റ് ഒക്കെ ഉള്ള ഒരു ട്രേഡേഴ്സ് ആണെന്നുള്ളൊരു കാര്യം അവകാശപ്പെട്ടുകൊണ്ടായിരിക്കും ഇവർ ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് വയ്ക്കും. പെയ്ഡ് ആയിട്ട് പൈസ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ആ ഗ്രൂപ്പിനകത്ത് ഇവർ കുറേ ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ ബിറ്റ്കോയിനിലാണ് ഒരു ട്രേഡ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ ഇത്ര പ്രൈസിൽ ട്രേഡ് എടുക്കുക, എൻട്രി പ്രൈസ് കൊടുക്കും, സ്റ്റോപ്പ് ലോസ് പ്രൈസ് കൊടുക്കും, ടാർഗറ്റ് പ്രൈസ് കൊടുക്കും, ലിവറേജ് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ആ പ്രൈസും കാര്യങ്ങളും മാത്രമായിട്ട് അവർ കൊടുക്കും. ഇവരിവിടെ എന്ത് അനാലിസിസ് നടത്തിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്, ഇവരെങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത്, ഇവരുടെ പൊസിഷൻ സൈസിങ് എന്താണ്, ഈ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ക്യാപിറ്റൽ എത്രയാണ്, ഇവർ ശരിക്കും ഈ ട്രേഡ് എടുക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് ആ ട്രേഡിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. ജസ്റ്റ് എൻട്രി പ്രൈസും ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസ് പ്രൈസും ലിവറേജും മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ. ഇതാണ് ഒരു ട്രേഡിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, പലരും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ട് എനിക്ക് പെയ്ഡ് സിഗ്നൽസ് ഗ്രൂപ്പ് ഉണ്ടോ, ടെലഗ്രാം സിഗ്നൽസ് ഗ്രൂപ്പ് ഉണ്ടോ, സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ഒരിക്കലും ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യില്ല. പണ്ടും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ പണ്ടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ട്രേഡിംഗ് സിഗ്നൽസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ആ പറയുന്ന പ്രൈസിൽ അവർ എൻട്രി എടുക്കും, ടാർഗറ്റ് വെക്കും, സ്റ്റോപ്പ് ലോസ് വെക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ടാർഗറ്റ് ഉണ്ടായിരിക്കും. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ടാർഗറ്റ് ഉണ്ടായിരിക്കും. അതിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ടാർഗറ്റ് 1 ഹിറ്റ് ആകുന്നുണ്ട്, ടാർഗറ്റ് 2 ഹിറ്റ് ആകുന്നുണ്ട്, ടാർഗറ്റ് 3 ഹിറ്റ് ആകുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ എല്ലാ ടാർഗറ്റും ഹിറ്റായി നമുക്ക് 100% പ്രോഫിറ്റ് കിട്ടി. ഉടനെ തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നമ്മുടെ എല്ലാ ടാർഗറ്റും ഹിറ്റ് ആയി കഴിഞ്ഞു, നമുക്ക് വളരെ വലിയ പ്രോഫിറ്റ് കിട്ടി, എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു അഡ്മിൻസിന്റെ മെസ്സേജ് അവിടെ വരും. ഇതാണ് സാധാരണയായിട്ട് ട്രേഡിംഗ് സിഗ്നൽ ഗ്രൂപ്പുകളിൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ 1, 2, 3 ട്രേഡുകൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നാലാമതായിട്ട് ഒരു ട്രേഡ് ലോസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ പറയും, ഓക്കെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ട്രേഡിൽ റിക്കവർ ചെയ്യാം, അതൊരു ചെറിയ ലോസ് മാത്രമാണ്, നമുക്ക് 3 ട്രേഡ് പ്രോഫിറ്റ് ആയല്ലോ, ഒരു ട്രേഡ് മാത്രമേ ലോസ് ആയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതും അവർ മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഇതാണ് സാധാരണയായിട്ട് എല്ലാ ട്രേഡിംഗ് സിഗ്നൽ ഗ്രൂപ്പുകളിലും നടക്കുന്നത്. നിങ്ങൾ ഏത് ട്രേഡിംഗ് സിഗ്നൽ ഗ്രൂപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇതെല്ലാം അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഒരു ട്രേഡിംഗ് സിഗ്നൽസ് എന്ന് പറയുന്ന കാര്യം. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിലേക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ട്രേഡിംഗ് സിഗ്നൽസിന് പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് പറയാം. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇത് അത്ര വലിയ പ്രശ്നമുള്ള പരിപാടിയല്ലല്ലോ. കാരണം എവിടെ എൻട്രി എടുക്കണം എന്നവർ പറയുന്നുണ്ട്, എവിടെ ടാർഗറ്റ് വെക്കണമെന്ന് പറയുന്നുണ്ട്, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറയുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടല്ലേ ട്രേഡ് എടുക്കുന്നത്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിഗ്നൽ, ഓക്കെ, അതായത് ഈ ഒരു ബിറ്റ്കോയിനിൽ ഈ ഒരു ട്രേഡ് എടുക്കണം എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ അവർ എന്ത് അനാലിസിസ് നടത്തിയിട്ടാണ് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവരവിടെ ആ ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് അനാലിസിസ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയില്ല. അവരുടെ ട്രേഡിംഗ് അനാലിസിസ് ആണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും അത് ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം അവിടെ എന്ത് അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത്, നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതല്ലാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ വിശ്വസിക്കുകയാണ്. അവരവിടെ ഒരു പ്രൈസിൽ എൻട്രി എടുക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ അടിമകളെ പോലെ, ഒരു റോബോട്ടിനെ പോലെ നമ്മൾ ആ ഒരു പ്രൈസിൽ എൻട്രി എടുക്കുന്നു, അവർ പറയുന്ന പ്രൈസിൽ ടാർഗറ്റ് വയ്ക്കുന്നു, അവർ പറയുന്ന പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. എന്ത് തരം അനാലിസിസ് ആണ്, എന്ത് തരം റിസ്ക് മാനേജ്മെന്റ് ഒക്കെയാണ് അവരവിടെ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അറിയില്ല. ഓക്കെ, അവർ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ ഫോളോ ചെയ്യാണ്. ഒരാൾ പറയുന്ന അതേ പ്രൈസിൽ തന്നെ നമ്മൾ അവിടെ എൻട്രി എടുക്കാൻ പോവാണ്, ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണ്, ടാർഗറ്റ് വയ്ക്കുകയാണ്. സോ എന്ത് അനാലിസിസ് ആണ്, എന്ത് തരം അനാലിസിസ് ആണ് അവരവിടെ നടത്തുന്നത്, എന്തെങ്കിലും അനാലിസിസ് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയില്ല. ചിലപ്പോൾ അവർ ബ്ലൈൻഡ് ആയിട്ട് ഓക്കെ ഇന്ന പ്രൈസിൽ എൻട്രി എടുത്തോ, ഈ പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വെച്ചോ, ഈ പ്രൈസിൽ ടാർഗറ്റ് വെച്ചോ എന്ന് ചുമ്മാ പറയുന്ന അതും ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നില്ല.
എന്താണ് അവരുടെ അനാലിസിസ് എന്ന്, എന്താണ് അവരുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ റിസ്ക് മാനേജ്മെന്റും പൊസിഷൻ സൈസിംഗ് ഒക്കെയാണ്. അവർ പൊസിഷൻ സൈസ് എത്രയാണ്, അവർ ട്രേഡ് എടുക്കാനായിട്ട് പറയുമ്പോൾ അവിടുത്തെ പൊസിഷൻ സൈസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, അവിടുത്തെ റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അവരിതെല്ലാം ചെയ്യുന്നത് എന്നൊന്നും ഒരാൾക്കും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം എൻ്റെ ക്യാപിറ്റൽ ആയിരിക്കില്ല നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ ക്യാപിറ്റൽ ആയിരിക്കില്ല മറ്റൊരാളുടെ ക്യാപിറ്റൽ, ആ ട്രേഡിംഗ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ്റെ ക്യാപിറ്റൽ ആയിരിക്കില്ല അതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ക്യാപിറ്റൽ. അപ്പോൾ അഡ്മിൻ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഒക്കെ ചിലപ്പോൾ നടത്തുന്നുണ്ടായിരിക്കാം, പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ സൈസ് നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ അതേപോലെ തന്നെ ആ ട്രേഡിംഗ് ഗ്രൂപ്പിലെ മെമ്പേഴ്സും പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റോ പൊസിഷൻ സൈസിങ്ങോ നടത്തുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അത് അറിയുന്നുണ്ടായിരിക്കില്ല. അവർ ബ്ലൈൻഡ് ആയിട്ട് അവർ പറയുന്ന 20x 50x ഒക്കെ ലിവറേജ് ഇട്ടുകൊണ്ട് ട്രേഡ് എടുക്കും. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അവരുടെ ലിക്വിഡേഷൻ പ്രൈസ് ഹിറ്റ് ആയിക്കൊണ്ട് അവരുടെ അക്കൗണ്ട് മൊത്തം വാഷ് ഔട്ട് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് അവിടുത്തെ വളരെ വലിയൊരു റിസ്ക് ഫാക്ടറാണ് തീർച്ചയായിട്ടും. ആ ഒരു ട്രേഡിംഗ് സിഗ്നൽസിൻ്റെ വളരെ വലിയൊരു പ്രോബ്ലം അത് തന്നെയാണ്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റോ പൊസിഷൻ സൈസിങ്ങോ ഏത് രീതിയിൽ അവിടെ ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി പ്രൈസും ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസ് പ്രൈസും കിട്ടിയത് കൊണ്ട് മാത്രം ഒരു ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ റിസ്ക് മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും ഒക്കെ. അപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രേഡ് അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. ഈ ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പുകളെല്ലാം തന്നെ ഹൈ വിൻ റേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അത് ഞാൻ കുറച്ച് ലൈവ് ആയിട്ടുള്ള എക്സാമ്പിളോട് കൂടിയിട്ടാണ് ഒരു ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിഗ്നൽസ് ഞാൻ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ പോയിട്ട് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ഏത് രീതിയിലാണ് റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വെറുതെ ശരിക്കും പറഞ്ഞാൽ ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ടീമിൻ്റെ ഈ എല്ലാ ടീമുകളുടെയും ഒരു ട്രിക്കാണ്. കാരണം അവർക്ക് ഇത്തരത്തിൽ വളരെ ചെറിയ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചുകൊണ്ട് അവർക്ക് വളരെ വലിയ വിൻ റേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. ആൻഡ് നോർമലായിട്ട് ആ ട്രേഡിംഗ് സിഗ്നൽസ് വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും ഈ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ചതിക്കുഴി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് അവിടെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ടെലഗ്രാമിലുള്ള ഒരു ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ LTC USDT എന്ന് പറയുന്ന ടോക്കണിൽ ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു സിഗ്നലാണ്. അപ്പോൾ നമുക്ക് LTCയുടെ ചാർട്ടിൽ പോയിട്ട് LTC USDTയുടെ ചാർട്ടിൽ പോയിട്ട് നമുക്ക് ഈ പറയുന്ന ഷോർട്ട് പൊസിഷൻ നമുക്ക് ഏത് രീതിയിലാണ് വരുന്നത് നമുക്ക് നോക്കാം. അവിടുത്തെ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അവർ 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ 30 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ഷോർട്ട് പൊസിഷനാണ്. സോ ഞാൻ ഷോർട്ട് പൊസിഷൻ്റെ ടൂളിലോടേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ എൻട്രി പ്രൈസും ടാർഗറ്റ് പ്രൈസും ഒക്കെ നമുക്ക് വെച്ച് നോക്കാം, സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് നോക്കാം. അപ്പോൾ എൻട്രി പ്രൈസ് ആയിട്ട് ഇവർ പറയുന്നത് 71.36 എന്ന് പറയുന്ന പ്രൈസാണ്. സോ 71.36 എന്ന് പറയുന്ന പ്രൈസാണ് ഒരു എൻട്രി പ്രൈസ്. ആൻഡ് ടാർഗറ്റ് ആയിട്ട് ഒരു 4 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 66.33 എന്ന് പറയുന്നതാണ് ഒരു ഏറ്റവും വലിയ ടാർഗറ്റ്. സോ നമുക്ക് ആ വലിയ ടാർഗറ്റ് തന്നെ വയ്ക്കാം, 66.33 ടാർഗറ്റ് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 75.76 ഓക്കെ, 75.76 വരെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, 1:1.4 റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനിടയിൽ ഇവരുടെ ടാർഗറ്റ് 1 ആയിട്ട് വരുന്നത് 70.85 ആണ്. ഓക്കെ, 70.85 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നോക്കാം. ഇതാ 70.85 എന്ന് പറയുമ്പോൾ ഇതാ നമ്മുടെ എൻട്രി പ്രൈസിന് വളരെ അടുത്ത്, ഓക്കെ, എൻട്രി പ്രൈസിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവരുടെ ടാർഗറ്റ് 1 ആയിട്ട് വരുന്നത്. ടാർഗറ്റ് 2 ആയിട്ട് വരുന്നത് എവിടെയാണ്? 69.34. നമുക്ക് നോക്കാം, 69.34 അവരുടെ ടാർഗറ്റ് 2 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് 2 നമുക്ക് അവിടെ നിന്ന് വളരെ ചെറിയ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 0.4 റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, 1:1 പോലും ഇല്ലാതെ അതിനേക്കാളും വളരെ ചെറിയ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. എൻ്റെ അടുത്തായിട്ട് ഇവരുടെ ടാർഗറ്റ് 3 വരുന്നത് 67.84. 67.84 ആണ് ഇവരുടെ ടാർഗറ്റ് 3 ആയിട്ട് വരുന്നത്. അതും വളരെ അടുത്താണ്. ഓക്കെ, അപ്പോൾ മെയിൻ ടാർഗറ്റ് തന്നെ 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമേ ഉള്ളൂ. അതിനിടയിലാണ് ഇവരുടെ ടാർഗറ്റ് 1ഉം ടാർഗറ്റ് 2ഉം ടാർഗറ്റ് 3ഉം ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നമ്മൾ ടാർഗറ്റ് 1 എന്ന് പറയുന്നത് നമുക്കൊരു 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ടാർഗറ്റ് 1 വരാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമ്മുടെ ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്തിട്ട് പിന്നീട് സ്റ്റോപ്പ് ലോസിലേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമുക്കൊരു ബ്രേക്ക് ഈവനിൽ എൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ടാർഗറ്റ് 1 ഹിറ്റായി, നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, തിരിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വളരെ വലിയൊരു നഷ്ടമായിരിക്കും വരാം.
ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാനായിട്ട് സമയം എടുക്കും, കാരണം വളരെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നുണ്ടെങ്കിൽ തന്നെ 10x ലീവറേജ് ഒക്കെ ഇട്ടുകൊണ്ട് ട്രേഡ് എടുക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വലിയൊരു ലോസ് അവിടെ വരാൻ സാധ്യതയുണ്ട്, കാരണം ഇത്ര വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് 3 വരെ എത്തിയിട്ട് പ്രൈസ് തിരിച്ച് മേലേക്ക് പോയിട്ട് നമ്മുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും അവിടെ നമുക്ക് ലോസ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇവർ ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. ടാർഗറ്റ് വളരെ അടുത്തും സ്റ്റോപ്പ് ലോസ് വളരെ അഗ്രഹമാണ്. അതിനർത്ഥം ടാർഗറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റ് ആക്കണം, സ്റ്റോപ്പ് ലോസ് അത്ര പെട്ടെന്ന് ഹിറ്റ് ആകാൻ പാടില്ല. കാരണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ പോവുകയാണല്ലോ, അല്ലെങ്കിൽ അവർ നല്ലൊരു ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ടീമാണെന്നുള്ളൊരു പേര് പോവുമല്ലോ. നേരെ മറിച്ച് ടാർഗറ്റ് 1 ഒക്കെ വളരെ പെട്ടെന്ന് ഹിറ്റ് ആകും, കാരണം എൻട്രി പ്രൈസിന് വളരെ അടുത്താണ് ടാർഗറ്റ് 1 ഇരിക്കുന്നത്. സോ അത് വളരെ പെട്ടെന്ന് ഹിറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്റ്റോപ്പ് ലോസ് വളരെ പെട്ടെന്ന് ഹിറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിൽ വളരെ ചെറിയ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വളരെ അകലെയും അതിനനുസരിച്ച് വളരെ അടുത്തൊക്കെ ആയിട്ട് ടാർഗറ്റ് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു സിഗ്നലാണ്. ഞാൻ വേറെയും സിഗ്നൽസ് കാണിച്ചു തരാം. GMT/USDT ഒരു സിഗ്നലാണ്, നമുക്ക് നോക്കാം. GMT/USDT സിഗ്നൽ നോക്കാം. GMT/USDT പോകുന്നുണ്ട്. അതും ഒരു 30 മിനിറ്റ്സിലുള്ളൊരു ഷോർട്ട് പൊസിഷനാണ്. സോ ഞാൻ ഷോർട്ട് പൊസിഷൻ്റെ ആ ഒരു ടൂൾ എടുക്കുന്നുണ്ട്. നമുക്ക് എൻട്രി പ്രൈസ് എവിടെ നോക്കാം. എൻട്രി പ്രൈസ് 0.1353 ആണ് നമ്മുടെ എൻട്രി പ്രൈസ്. 0.1353 ആണ് എൻട്രി പ്രൈസ്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ടുള്ളത് 0.1436 ആണ്. ഓക്കെ, 0.1436 ആണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും വലിയ ടാർഗറ്റ് എടുക്കാം 0.12580 ആണ്. 0.12580 ആണ് ഇവരുടെ മെയിൻ ടാർഗറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അതും ഒരു 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനിടയിലാണ് ടാർഗറ്റ് 1 നോക്കാം. 0.13436 ആണ്. 0.13436 ആണ് ഇവരുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എൻട്രി പ്രൈസിന് തൊട്ടടുത്താണ്. വളരെ ചെറിയൊരു ക്യാൻഡിൽ വന്നാൽ തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വളരെ 0.73 മാത്രം ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ അടുത്തായിട്ടുള്ള ഒരു 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ടാർഗറ്റ് 1 വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു ബ്രേക്ക് ഈവനിലേക്ക് പോലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ബ്രേക്ക് ഈവനിലേക്ക് പോലും എത്താതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഒട്ടുമിക്ക എല്ലാ സിഗ്നൽ പ്രൊവൈഡേഴ്സ് ഗ്രൂപ്പുകളും സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമതായിട്ട് വരുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അതായത് നിങ്ങൾ സ്വയം ഒന്നും പഠിക്കില്ല. ഈ ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിൽ വല്ലവരും പറയുന്ന ട്രേഡുകൾ ബ്ലൈൻഡ് ആയിട്ട് അവർ ഫോളോ ചെയ്തുകൊണ്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരിക്കലും സ്വന്തമായിട്ട് എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ചാർട്ട് അനാലിസിസ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്യേണ്ടത് ഒന്നും പഠിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ പ്രോഫിറ്റബിൾ ആവോ? അതുമില്ല. കാരണം ഒരു 3-4 ട്രേഡുകൾ വിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ാമത്തെ ട്രേഡിൽ നമ്മൾ ആ പ്രീവിയസ് 3 ട്രേഡിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് മൊത്തത്തിൽ ഒറ്റ ട്രേഡ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടും പ്രോപ്പറായിട്ടുള്ള പോസിറ്റീവ് സെറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടും പൂവർ റിസ്ക് റിവാർഡ് റേഷ്യോ ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും സ്വന്തമായിട്ട് ട്രേഡിങ്ങിൽ ചാർട്ട് അനാലിസിസ് ആയാലും മറ്റ് പല കാര്യങ്ങളായാലും സ്വന്തമായിട്ട് ഒന്നും പഠിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ടും കാര്യമായിട്ടുള്ള ഉപകാരം ഉണ്ടാവുന്നില്ല. നിങ്ങൾ ലോസിൽ തന്നെയായിരിക്കും അവിടെ എൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് ട്രേഡിംഗ് സിഗ്നൽസിന് പിന്നാലെ പോകരുത് എന്ന് ഞാൻ പറയാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള റീസൺസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇതിന് പകരമായിട്ട് ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിലേക്ക് കുറേ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നില്ല നോക്കാം. പൈസ കൊടുത്തുകൊണ്ട് തന്നെ ട്രേഡിംഗ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ട്രേഡിംഗ് പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലേലിസ്റ്റ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാനായിട്ട് പറ്റും. ഇനി പൈസ കൊടുത്തുകൊണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നത് ട്രേഡിംഗ് സിഗ്നൽസിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പൈസ ചിലവാക്കാം. നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചിലവാക്കാം. അപ്പോൾ ദയവ് ചെയ്ത് ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പിന് പിന്നാലെ ആരും പോകാതിരിക്കാൻ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ ഒരുപാട് പേര് പ്രധാനമായിട്ടും സ്റ്റുഡൻസ് ആയിട്ടുള്ള +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളാണ് എൻ്റെ അടുത്ത് പേഴ്സണലി വന്നിട്ട് ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുമോ, ട്രേഡിംഗ് സിഗ്നൽസ് ഗ്രൂപ്പ് ഉണ്ടോ, പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിന് പിന്നാലെ ട്രേഡിംഗ് സിഗ്നൽസിന് പിന്നാലെ പോകുന്ന ഒരു ട്രെൻഡായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ വളരെ വലിയ രീതിയിൽ മുളച്ച് പൊന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. സോ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എനിക്കതുകൊണ്ടൊന്നും കിട്ടാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.